ഹലോ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ടോപ്പ് ബ്രാൻഡ്സ് ആയിട്ടുള്ള ഒരു 3 ഫേസ് വാഷസിൻ്റെ ഒരു റിവ്യൂ ആണ്, ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് സ്പോൺസർ ആയിട്ടുള്ള കാര്യം, പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ എൻ്റെ പല പല തരത്തിലുള്ള യൂസുകൾക്ക് വന്നിട്ടുള്ള എന്താ പറയുക, യൂസ്ഫുൾ ആയിട്ടുള്ള തരത്തിലുള്ള ഫേസ് വാഷസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഞാൻ ആക്ച്വലി എനിക്ക് നല്ലപോലെ ഇപ്പം നിങ്ങൾക്ക് കാണാണ്ടാവുമായിരിക്കും, ഇതുപോലെ എന്നല്ല, ഇതിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് ആക്നൈസ് ഉള്ള ഒരു സ്കിൻ ടൈപ്പാണ് കേട്ടോ എൻ്റെ. നല്ല രീതിയിൽ എനിക്ക് കുരുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് ഇപ്പോൾ നല്ല രീതിയിൽ അത് റെഡ്യൂസ് ആയിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ അതിൽ ഓൾറെഡി പിമ്പിൾസ് ഉണ്ട് എനിക്ക്, പക്ഷേ ഇങ്ങനെയല്ല, ഇത് അതിനൊക്കെ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല രീതിയിൽ റെഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്താ പറയുക ഫേസ് വാഷസും ഒക്കെ ഇതിനകത്ത് ആഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫേസ് വാഷ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫേസ് വാഷ് എന്ന് പറയുന്നത് സിമ്പിളിൻ്റെ ഫേസ് വാഷാണ്. അപ്പോൾ നമുക്കറിയാം, വളരെ നല്ലൊരു ബ്രാൻഡാണ്, ഒത്തിരി പേര് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫേസ് വാഷാണ്. ഞാൻ കുറേ അധികം ഇത് ഫുൾ കഴിഞ്ഞു കേട്ടോ. ഇത് ഫുൾ സംഭവം കഴിഞ്ഞിട്ടുണ്ട്, ഇതിനകത്തിനൊന്നുമില്ല, ഫുൾ തീർന്നാണ് ഞാൻ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പേര് പോലെ തന്നെ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലെൻസറൊക്കെ പോലെ. അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി പതയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പതയുന്ന ഒരു ടൈപ്പല്ല. ഒരു ക്ലീനിങ് ചെയ്യുക, അതേപോലെ തന്നെ കുറച്ച് റിഫ്രഷിങ് ആയിട്ട്, അതേപോലെ തന്നെ കുറച്ച് എന്താ പറയുക സോപ്പ് ഇട്ട പോലത്തെ ഒരു ഫീൽ, ഡ്രൈ ആക്കുകയൊന്നും ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ഫേസ് വാഷാണ്. അപ്പോൾ അത്തരത്തിലുള്ള അതേപോലെ നമുക്ക് അപ്പോഴും ഇത് വെച്ച് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും അതിനകത്ത് ഒരു ഓയിൽനെസ് നിൽക്കുന്ന പോലത്തെ ഫീൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം കംപ്ലീറ്റ്ലി അങ്ങോട്ട് ആ ഒരു ഓയിൽ സംഭവങ്ങൾ വലിച്ചെടുക്കാതെ ആ ഒരു കുറച്ച് സംഭവങ്ങൾ അപ്പോഴും ബാക്കി നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് അങ്ങനെ ഒരു ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് എപ്പോഴും കുറച്ചും കൂടെ ഒന്ന് നല്ലോണം ഓയിലൊക്കെ പോയി അങ്ങനെ നിൽക്കാനാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട്, പക്ഷേ ഇത് അടിപൊളിയാണ്, നല്ലതാണ്, വളരെ സിമ്പിളായിട്ട് ഒരു ക്ലെൻസ് ചെയ്യുക എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ള സംഭവത്തിൽ വളരെ അടിപൊളിയായിട്ടുള്ള റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പറഞ്ഞ് ഫസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്ന ഫേസ് വാഷ്. രണ്ടാമതായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ വൺ ഓഫ് മൈ ഫേവററ്റ് ഫേസ് വാഷസ് ആണ്, മാമാഅർത്തിൻ്റെ മുൾട്ടാനി മിട്ടി ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതല്ല കേട്ടോ, ഞാൻ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച മാമാഅർത്തിൻ്റെ ഫേസ് വാഷാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ വാങ്ങിച്ചിട്ടുണ്ട്, വലിയ സംഭവിക്കുന്നത് ഇപ്പം എൻ്റെ അടുത്തില്ല. അപ്പോൾ എന്താ പറയുക, ഇതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതുകൊണ്ട് ഇത് കാണിച്ചാൽ ഇതിൻ്റെ വലുതാണ് എൻ്റെ അടുത്ത്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം മീൻസ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനം ഇതിനേക്കാൾ വലുത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുന്നേ ഞാൻ ചെയ്ത വീഡിയോയിൽ മാമാഅർത്തിൻ്റെ തന്നെ ഫേസ് വാഷല്ല, സൺസ്ക്രീനിനെ കുറിച്ചുള്ള റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെയൊന്നുമല്ല, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സൂപ്പറാണ്. മാമാഅർത്തിൻ്റെ ഈ ഫേസ് വാഷ് അടിപൊളിയാണ്. സംബന്ധം വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഓയിൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പോയി അടിപൊളി, നല്ല ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തോന്നും. ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു ഗ്ലോ തോന്നും, നല്ലൊരു കളർ ഡിഫറൻസ് വരും കേട്ടോ. ഇത് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഒരു കുറച്ച് സമയത്തേക്ക് നല്ല ബ്രൈറ്റായിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല രീതിയിലായിട്ടിരിക്കും. പക്ഷേ എനിക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എഫക്റ്റാണ് എനിക്കിഷ്ടം. കാരണം ഒന്നിങ്ങനെ ആ ഒരു ഓയിലൊക്കെ പോയി ഒരു ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുള്ള ആ ഒരു സംഭവം എനിക്കിഷ്ടമായതുകൊണ്ട്, ഇത് ആക്നെ കൺട്രോൾ ഒക്കെ ഉള്ള ഓയിൽ കൺട്രോളൊക്കെയുള്ള ഫേസ് വാഷ് ആയതുകൊണ്ട് ഇത് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫേസ് വാഷാണ് മാമാഅർത്ത് മുൾട്ടാനി മിട്ടി ഫേസ് വാഷ് കേട്ടോ. എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മാമാഅർത്തിൻ്റെ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. മൂന്നാമതായിട്ട് ലാസ്റ്റായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഡെർമാക്കോൻ്റെ ഫേസ് വാഷാണ്. ഡെർമാക്കോൻ്റെ 2% സാലിസിനമൈഡ് ആൻറ്റി ആക്നെ ഫേസ് വാഷാണ് കേട്ടോ. ഇത് മൂന്നും ഞാൻ പരിചയപ്പെടുത്തിയ മൂന്ന് ജേണറിലുള്ള ഫേസ് വാഷാണ്. ഫസ്റ്റ് വൺ സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ക്ലെൻസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് കുറച്ചും കൂടെ അത്രയും സിമ്പിളല്ല, കുറച്ചും കൂടെ ഹാർഷായിട്ടുള്ള സംഭവമാണ്. ഫേസ് വാഷ് യൂസ് ചെയ്ത് ശീലമുള്ളവർക്ക്, ഇഷ്ടമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതിൽ ആക്നെ കൺട്രോൾ, ഓയിൽ കൺട്രോളിനൊക്കെ പറ്റുന്നതാണ്. ഇതൊരു ട്രീറ്റ്മെൻറ്റ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫേസ് വാഷാണ്. കാരണം കുരുവൊക്കെ പോയി ആ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ കിട്ടാൻ, അതുകൊണ്ടാണ് സാലിസിലിക് ആസിഡും 2% സാലിസിലിക് ആസിഡ് 2% നിയാസിനമൈഡുമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അത് ആ ഒരു രീതിക്ക് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ, ആക്നെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു ഫേസ് വാഷാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഇത്
ഇത് പുതിയ ഇതാണ്, നിങ്ങൾക്ക് കണ്ടറിയാം ഇത് പുതിയതാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ആക്നെ സംഭവങ്ങൾ ഒക്കെ മാറുന്നതിനൊക്കെ ആയിട്ട് ഇത് ഞാൻ കുറേ വീഡിയോസൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചതാണ്. ഡെർമാക്കോൻ്റെ സാലിസിനമൈഡ് ആൻറ്റി ആക്നി ഫേസ് വാഷ്. അപ്പോൾ ഇതും അടിപൊളിയാണ്. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം ഇതിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ കൊള്ളാം. ഇത് ഏകദേശം തീർന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വ്യൂ. പക്ഷേ ഇതേ സെയിം സംഭവം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ആക്നിയിൽ എനിക്ക് കാര്യമായിട്ട് നല്ല ചേഞ്ചസ് ഉണ്ട്. അതിൽ ഈ പറയുന്ന ഏതൊക്കെ പ്രോഡക്റ്റ്സ് എങ്ങനെയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് അതിൻ്റെ റിസൾട്ട്, എങ്ങനെയാണ് അതിലേക്ക് പ്രോഗ്രസ് ചെയ്ത് വന്നതെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു ആക്നെ ജേണി എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ, കൂടുതൽ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ഒക്കെ എന്താ പറയുക, തീർച്ചയായിട്ടും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ചേരാ.